ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നല്ല പച്ച മാങ്ങയെടുത്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതിനാവശ്യമുള്ള കല്ലുപ്പും കൂടെ ചേർത്ത് നമുക്കൊരു മൺകലത്തിൽ കുറച്ച് ഏറെ മണിക്കൂർ, ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് ഉലുവയും കടുകും കൂടെ ഇട്ടൊന്ന് വറുത്തെടുത്ത് നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം. ഇതാട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകും ഉലുവയും കൂടെ ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് ചതച്ചതിട്ട് കൊടുക്കാം. ഒരിക്കലും പേസ്റ്റ് ഇടരുത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുമ്പോൾ നമുക്ക് ചിലവർക്ക് ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ മുഴുവനോടെ ഇട്ട് കടിക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് മുഴുവനോടെ തന്നെ വെളുത്തുള്ളിയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മസാലകളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട്, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടെയുള്ള മിക്സ്ചറും അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ അതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വിനാഗിരി ഇതായിട്ട് നല്ലോണം ഒന്ന് യോജിച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മാങ്ങയുടെ മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണതല്ല, എനിക്കെന്തോ ഭയങ്കരമായിട്ട് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ്. എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടെ ആയിട്ടുള്ള ആ മിക്സ്ചറും കുറച്ച് കായപ്പൊടിയും കൂടെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അച്ചാർ റെഡി ആയിട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്.